ലൈബ വെഡിങ് സെന്ററിന്റെ വെഡിങ് സെക്ഷൻ നിങ്ങളുടെ ആവശ്യപ്രകാരം വിപുലീകരിച്ചുട്ടോ. ഇനി മണവാട്ടി പെണ്ണിന് വഞ്ചത്തിയാവാൻ ലൈബയുടെ വെഡിങ് സെക്ഷനിലേക്ക് വന്നാൽ മാത്രം മതി ട്ടോ. നിങ്ങളുടെ ബഡ്ജറ്റ് വണ്ടൂർ വോക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ലോക അർബുദ ദിനത്തിൽ വണ്ടൂർ ഗവൺമെന്റ് ഹോമിയോ ക്യാൻസർ സെന്റർ പരിസരം വൃത്തിയാക്കി. അവിടെ കാട് വെക്കുന്നുണ്ട്, അവിടെ പട്ടിക്കാർ അങ്ങോട്ട് ആവശ്യമുണ്ട് ഞാൻ നോക്കിക്കാം. എപ്പോഴാക്കി കൈമാറിയാ മതി. ഒരാളൂടെ ക്യാൻസർ ദിനത്തോടനുബന്ധിച്ച് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ ഈ ക്യാൻസർ ഹോസ്പിറ്റൽ വണ്ടൂരിലെ എന്ന് മാത്രമല്ല നമ്മുടെ ഈ കേരളത്തിലെ തന്നെ വളരെയധികം രോഗികൾ ആശ്രയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ആശുപത്രിയാണിത്. ഈ ആശുപത്രിയും അതിൻ്റെ പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷന്റെ ഒരു തീരുമാനപ്രകാരം ഞങ്ങളുടെ മെമ്പേഴ്സ് എല്ലാവരും വന്നുകൊണ്ട് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ഹോസ്പിറ്റലിൻ്റെ ചീഫായിട്ടുള്ള ഡോക്ടർ വിനു കൃഷ്ണൻ നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹം ഇതിനെക്കുറിച്ച് രണ്ട് വാക്കുകൾ സംസാരിക്കും. നമസ്കാരം. ഇന്ന് ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനമാണ്. ലോകമെമ്പാടും ഈ ദിനാചരണം വിപുലമായ പരിപാടികളോട് ആചരിച്ചു വരികയാണ്. എന്തിനാണ് ഇങ്ങനൊരു ദിനമാചരണം എന്ന് പലരും ചോദിക്കാറുണ്ട്. 3 കാര്യങ്ങളാണ് അതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടനയുടെ ഒരു നിരീക്ഷണം. ഒന്ന്, രോഗം തിരിച്ചറിയുക, രോഗം പ്രതിരോധിക്കാൻ പറ്റുമോ എന്നറിയുക, മൂന്നാമത് ഈ രോഗം എങ്ങനെ ചികിത്സിക്കാമെന്ന് കരുതുക. ഇന്നത്തെ ഈ വർഷത്തെ 2025 മുതൽ 2027 വരെ ലോക ക്യാൻസർ ദിനാചരണത്തിന്റെ ഒരു തീം അല്ലെങ്കിൽ ഒരു ആശയം എന്ന് പറഞ്ഞാൽ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്നാണ്. അതുല്യമായത് അല്ലെങ്കിൽ സമാനതകളില്ലാത്തതിനെ ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. 2024 അത് ക്ലോസ് ദ ക്ലോഷർ ഗ്യാപ്പ് എന്നായിരുന്നു. എവിടെയാണ് കെയർ ഗിവേഴ്സിന്റെ ഒഴിവുകളുള്ളത് അത് നികത്തുക എന്നുള്ളതാണ്. അത് പൂർണ്ണമായും വിജയിച്ചതിനെ തുടർന്നാണ് യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയാൻ തുടങ്ങി. ഈ യുണൈറ്റഡ് ബൈ യുണീക്ക് എന്ന് പറയുന്നതിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങളിപ്പോൾ ഈ വണ്ടൂർ വർക്കേഴ്സ് അസോസിയേഷൻ ഇവിടെ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. അതായത് പൊതുജന പങ്കാളിത്തം എങ്ങനെ ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും അല്ലെങ്കിൽ ക്യാൻസറിനെ അവയർനെസ് തിരിച്ചറിയുന്നതിനും ഗുണപ്പെടുത്താമെന്നുള്ളതാണ്. അങ്ങനെ പൊതുജനങ്ങളെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവിന്റെ ഭാഗമാണ് ഇത്തവണത്തെ തീം. അവരെ കൂടെ പങ്കാളികളാക്കുക. പൊതുജനം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് നമ്മൾ കാണേണ്ടത്, അല്ലാതെ ഒരു കോമൺ ലേമാൻ എന്നല്ല അതിന്റെ ഉദ്ദേശം. എങ്ങനെ ഒരു ഹെൽത്ത് ആക്ടിവിസ്റ്റ് ആകാം, അതായത് നമ്മുടെ ചുറ്റുപാടുമുള്ള രോഗസാധ്യതകളെ തിരിച്ചറിയാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള രോഗബാധിതർക്ക് എങ്ങനെ ഒരു അഭയകേന്ദ്രം
നമുക്ക് കൊടുക്കാമെന്നുള്ളതിൻ്റെ തിരിച്ചറിവ് കൂടിയാണ് അത്തരം ആക്ടിവിസ്റ്റുകളെ പങ്കാളികളാക്കണം എന്ന് ഈ ലോകാരോഗ്യ സംഘടനയുടെ നിരീക്ഷണം. അതിനെ അക്ഷരം പ്രതി അന്വർത്ഥമാക്കുന്ന രീതിയിലാണ് വണ്ടൂർ വാക്കേഴ്സ് അസോസിയേഷൻ ഇന്ന് ഈ ഒരു ഉദ്യമമായിട്ട് ഇവിടെ എത്തിയത്. വണ്ടൂരിലെ ഈ ഗവൺമെൻറ് ഹോമിയോപ്പതി ക്യാൻസർ സെൻറ്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഒരു പതിറ്റാണ്ട് തന്നെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ഈ ആശുപത്രിയുടെ 10 ബെഡാണ് ഇന്ന് ഇവിടെ കിടക്കകളുണ്ടെങ്കിൽ ഇന്നത്തെ WHDയുടെ ഈ ദിവസത്തിൽ WCD ക്യാൻസർ ഡേ ദിനത്തിൽ ഇന്ന് 12 ബെഡാണ് പേഷ്യൻസാണ് ഉള്ളത്. നമുക്ക് ബെഡില്ല കൊടുക്കാൻ. അത്രത്തോളം ആശുപത്രി പുരോഗമിക്കുന്നു പറഞ്ഞാൽ അത്രത്തോളം രോഗാതുരത ഈ സമൂഹത്തിൽ കൂടുന്നു എന്നാണ്. ഇന്നലെ വന്ന പലരെയും നമ്മളിന്ന് മടക്കി അയക്കുകയാണ്. ഇവിടെ കിടത്താൻ സ്ഥലമില്ല. ഏതായാലും അതിനൊരു പരിഹാരമായിട്ട് 50 കിടക്കകളിലേക്ക് ഈ ആശുപത്രി ഉയർത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവ് വരാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് കാണാവുന്ന പോലെ പുതുതായി 50 കിടക്കകൾക്കുള്ള എല്ലാ സജ്ജീകരണവും മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഒരുക്കിയിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനം ഉടനെ നടക്കും. ആശുപത്രി വലുതാവുകയാണ്. കൂടുതൽ പൊതുജന പങ്കാളിത്തം ഇതിനുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനൊരു സ്ഥലത്ത് ഇതിന് നിലനിൽക്കാൻ പറ്റൂ. അതിന് ഏറ്റവും ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ സഹായിക്കുന്നതാണ് നമ്മുടെ ആശുപത്രിയുടെ HMC അംഗങ്ങളായ ശ്രീ ഷംസുദ്ദീൻ, അതുപോലെ നജ്മുദ്ദീൻ പുലാട്ട് തുടങ്ങിയവരിവിടെ ഉണ്ട്. അവരുടെ നേതൃത്വത്തിലാണ് ഇന്ന് ഇങ്ങനെ ഒരു ഉദ്യമത്തിന് വണ്ടൂർ വർക്കേഴ്സ് അസോസിയേഷൻ തയ്യാറായെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതിൻ്റെ ഭാരവാഹികളെ സബാഹ് മാഷ് മറ്റ് എല്ലാവരുടെയും എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റത്തില്ല. എല്ലാവരോടുമുള്ള ഈ ആശുപത്രിയുടെ ജീവനക്കാരുടെ പേരുള്ള അഗൈതവുമായ നന്ദിയും ഇവിടെ ചികിത്സ തേടിയെത്തുന്ന രോഗികളുടെ ആ ഹൃദയത്തിൽ നിന്നുള്ള അവരോട് ആ കൃതജ്ഞതയും രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. രാവിലെ 7 മണിക്ക് തുടങ്ങിയ ശുചീകരണം വോക്കേഴ്സ് മെമ്പർമാരുടെ നിറസാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമായി. തുടർന്ന് ഡോക്ടർ വിനു കൃഷ്ണൻ അർബുദരോഗ പ്രതിരോധത്തെക്കുറിച്ച് പ്രവർത്തകർക്ക് അവബോധം നൽകി. പ്രസിഡന്റ് സബാഹ് മാസ്റ്റർ, NMR മുജീബ്, പ്രകാശ് മാസ്റ്റർ, ഷംസു KT, യൂനുസ് P, മുഹ്സിൻ നാലകത്ത്, IV സമീർ, നജു പൂലാട്ട്, ഖാലിദ് ചോല, സാജിദ് TK തുടങ്ങിയവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, വണ്ടൂർ.